സിദ്ദിഖ് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗാട്ടോ ഓർമ്മ വരുന്നത്. കൊച്ചുങ്ങൾ എന്നാ ആഗ്രഹങ്ങൾ പറഞ്ഞാലും നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ അത് സാധിച്ചു കൊടുത്തേക്കണം. വലുതായാൽ ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഒന്നും ഉണ്ടായേലാന്ന്. ഇപ്പൊ ഇവിടെ പറഞ്ഞ ആഗ്രഹം എന്താ അറിയോ? സ്ക്വിഡ് ഗെയിം ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഉരുക്കുന്ന പണിയിലാണ്. അത് ഉരുക്കി കഴിയുന്നത് കണ്ടപ്പോഴുള്ള സന്തോഷം കണ്ടില്ലേ? രണ്ടുപേരും സ്ലാബിന്റെ പുറത്ത് കയറി എന്നിട്ട് ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്തായി എന്നിട്ട് പരുവൊക്കെ എങ്ങനെയായിന്ന്. അങ്ങനെ ഏകദേശം ഉരുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ടു കേട്ടോ. അപ്പൊ ഇത് ബേക്കിംഗ് സോഡ ഇട്ടാലാണ് അതിന്റെ കറക്റ്റ് ആ ഒരു കളറ് കിട്ടുക നമുക്ക്. അങ്ങനെ അത് റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും കളറ് കണ്ടപ്പോൾ അവർക്ക് അടിപൊളി സന്തോഷമായി. ഇനി 3 പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതില് നെയ്യ് തേച്ച് വെച്ച് റെഡിയാക്കി വെച്ചതാണ്. അതിലേക്ക് 3 പാത്രത്തിലേക്ക് ഒഴിച്ചു കേട്ടോ. അതിന് ആദ്യത്തെ അച്ചു അതിൽ വെച്ചപ്പോഴാണ് മനസ്സിലായത് അത് ഒരു തണുത്തിട്ടില്ലാന്ന്. തണുത്ത് കഴിഞ്ഞിട്ട് അടുത്ത് വെക്കാന്ന് വിചാരിച്ചപ്പോൾ തണുത്തത് കുറച്ച് കൂടിപ്പോയി തണുപ്പ് ആയത്. അപ്പൊ പിന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണി പാളിയെന്ന്. ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ നോക്കിയതാണ്, പക്ഷെ ഷേപ്പ് ഇങ്ങനെയാണ് ആയത്. ആദ്യത്തെ ഒന്ന് മാത്രം കറക്റ്റ് കുറച്ചെങ്കിലും ഒന്ന് റെഡി ആയത്, ബാക്കി രണ്ടും ഫ്ലോപ്പായി. ആ കറക്റ്റ് ആയത് അവന്തിക മെല്ലെ എടുത്തോണ്ട് പോയി. അവന്തിക അത് അവൾക്ക് വേണമെന്നും പറഞ്ഞ് അത് ആദ്യം കയ്യിലാക്കിയിട്ടോ. എന്നിട്ട് പണി തുടങ്ങി അതിന്റെ ഷേപ്പ് കട്ട് ചെയ്യേണ്ട. പിന്ന് വെച്ചിട്ടും പിന്നെ അതേപോലെ വേറെ നക്കി നോക്കിയിട്ടും ഒക്കെയാണ്. അപ്പോഴാണ് ആരുഷിന്റെ ഷേപ്പ് കണ്ടില്ലേ? മാറിപ്പോയി. അതിന് സങ്കടപ്പെട്ട് നടക്കുകയാണ്. അയാന്റെ ഒക്കെ പൊട്ടിയിട്ടപ്പോ അയാൻ പിന്നെ അത് പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി. അവന്തിക ബാക്ക് സൈഡൊക്കെ ക്ലിയർ ആയി കിട്ടാൻ വേണ്ടി നക്കുകയാണ്. അത് കണ്ടപ്പോ ആരുഷിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ, അവൾക്ക് കിട്ടിയില്ലല്ലോ. ഇങ്ങനെ ഏകദേശം ഒരു സൈഡൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പം ആരുഷിക്ക് കൊടുത്തു കേട്ടോ. കുറച്ചു നേരം അവളോട് ചെയ്തോളാൻ പറഞ്ഞിട്ട് അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് റെഡിയാക്കിയിട്ട് അങ്ങനെ സ്ക്വിഡ് ഗെയിം ഏതായാലും ഇങ്ങനെയാണ് അവസാനിച്ചത്.